വേണ്ടി വന്നാലിബിലീസും മടവൂരിൻ കൊടിയത് ചൂടും മോനെ, വേണമെങ്കിൽ അവനെ പഴയതുപോലെയാക്കും മടവൂർ. യഥാർത്ഥത്തിൽ ഈ വിശ്വാസവും കാര്യങ്ങളൊക്കെ സൂഫിസത്തിലുണ്ട്, ത്വരീക്കത്തിലുണ്ട്. ഈ സൂഫിസത്തെ തൊക്കിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സമസ്തക്കാർ അവരും ഇതിന് മറുപടി പറയണം. നിങ്ങൾ ഉത്തരവാദികളാണ് ഈ പാട്ടിന്. അതായത് ഈ സൂഫിസത്തെ താലോലിച്ച് നടക്കുന്ന ത്വരീഖത്തിനെ താലോലിച്ച് നടക്കുന്ന കാലത്തോളം ഈ ഇത്തരം കുഫറിന്റെ പാട്ടുകൾക്കെതിരെ നിങ്ങൾക്ക് ശബ്ദിക്കാൻ ഒരു അർഹതയും ഇല്ല. കാരണം ഇബ്ലീസ് രക്ഷപ്പെടുത്താൻ മടവൂരിന് കഴിയുമെങ്കിൽ ഇനി എല്ലാ കാഫറുകളെയും മുനാഫിക്കുകളെയും മുശ്രിക്കുകളെയും ഉസാത്തുകളെയും ഒക്കെ രക്ഷപ്പെടുത്തട്ടെ. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ബാലപാഠം പോലും അറിയുന്ന ഒരു വ്യക്തിക്ക് അറിയുന്നൊരു കാര്യമാണ് ഇപ്പം ഇതൊക്കെ. പക്ഷെ അതുപോലും ഇവരൊന്നും പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ദീന് പൊളിക്കാൻ എന്തോ നീയത്ത് വെച്ച് ഇറങ്ങിയതുപോലെയാണ് ഇത്തരം ഈ ത്വരീക്കത്തുകാരും സൂഫികളും സമസ്തക്കാരൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. ശിർക്കൻ വരികളും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ പ്രൂഫ് പോയിന്റിൽ തന്നെ നേരത്തെ എടുത്ത ഒരു വിഷയം തന്നെയാണ്. പല പാട്ടുകളും മറ്റൊക്കെ CM മടവൂരിൻ്റെ വിഷയത്തിലൂടെ ഇറങ്ങിയപ്പോൾ വളരെ ശക്തമായി നമ്മൾ അതിൽ ഇസ്ലാമിൻ്റെ അതിൻ്റെ ഭാഗം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ പാട്ടുകൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് CM മടവൂരിനെ പടച്ചവനാക്കിക്കൊണ്ട് പടച്ചവൻ തന്നെയാണ് എന്നും പറഞ്ഞ് പാട്ടെഴുതിയ ആൾ അല്ലെങ്കിൽ പാടിയ ആൾ ഇപ്പോൾ പുതിയ വെർഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പുതിയ പാട്ട് നമ്മൾ ഒന്ന് കേട്ട ശേഷം ഇൻഷാ അല്ലാഹ് വിഷയം നമുക്കൊന്ന് ചർച്ചക്കെടുക്കാം. വേണ്ടി വന്നാലിബിലീസും മടവൂരിൻ കൊടിയത് ചൂടും മോനെ, വേണമെങ്കിൽ അവനെ പഴയതുപോലെയാക്കും മടവൂർ. ഉന്നതരാം കേമമലായിക്കത്തിൻ ഗുരുവാക്കും. നൗദുബില്ല. ഇബിലീസിനെ നന്നാക്കാൻ വരെ CM മടവൂരിന് കഴിയും എന്നതാണ് ഈ ഒരു പുതിയ പാട്ടിൽ ഇയാൾ പറയണത്. അപ്പോൾ നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ശാപം കിട്ടിയവനാണ് ഇബ്ലീസ്. ഖിയാമത്ത് നാൾ വരെയും അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾ സിദ്ധിച്ചവനാണ്. പക്ഷേ അള്ളാഹു നന്നാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്തവനെ CM മടവൂർ നന്നാക്കി കളയും, വേണ്ടി വന്നാൽ അതും ചെയ്യും എന്നാണ് പറയുന്നത്. മലക്കുകളുടെ വരെ നേതാവാക്കി കളയും എന്നും പറയുന്നുണ്ട്. എന്താണ് അബ്ദുൽ മാലിക് സലഫി ഇവരുടെ അവസ്ഥ? വല്ലാത്ത അവസ്ഥയാണ്. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഉമ്മത്തിൻ്റെ ഒരു ഗതികേട്, തീർച്ചയായും. അതായത് ഇപ്പോൾ ഇബ്ലീസ് ആരാന്നും പഠിപ്പിച്ചെടുക്കേണ്ട അവസ്ഥയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പോണത്. നമ്മൾ അള്ളാഹിനെ റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന പോലെ തന്നെ ഇവരൊന്നും യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഒരു തവണ ഓതുകയോ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ പാട്ടും കൂത്തിട്ട് നടക്കുകയാണ്. അള്ളാഹു എന്തു പറഞ്ഞു, റസൂലുള്ള എന്ത് പഠിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ബാലപാഠം പോലും അറിയുന്ന ഒരു വ്യക്തിക്ക് അറിയുന്നൊരു കാര്യമാണ് ഇപ്പം ഇതൊക്കെ. പക്ഷെ അതുപോലും ഇവരൊന്നും പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ദീന് പൊളിക്കാൻ എന്തോ നീയത്ത് വെച്ച് ഇറങ്ങിയതുപോലെയാണ് ഇത്തരം ഈ ത്വരീക്കത്തുകാരും സൂഫികളും സമസ്തക്കാരൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. ഇബ്ലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇയാൾ പറഞ്ഞെന്താ, ഇബ്ലീസിനെ വേണമെങ്കിൽ CM മടവൂർ എന്ത് ചെയ്യും, നന്നാക്കിയിട്ട് അവൻ്റെ പഴയ അവസ്ഥയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ മലക്കുകളുടെ നേതാവാക്കി മാറ്റും. ഇതാണ് ഇപ്പോൾ ഇവരുടെ വേർഷൻ. എന്നാൽ അള്ളാഹ് പറഞ്ഞു നോക്കി നമുക്ക് സൂറത്തു നിസായിൻ്റെ 118 ആയത്തിൽ അള്ളാഹ് പറയാണ്. 116 ഈ യദ്ഊന മിൻ ദൂനി ഇല്ലാ ഇനാസൻ വ യദ്ഊന ഇല്ലാ ശൈത്താനും മരീദ ലഅനഹുല്ലാഹ്. അള്ളാഹു അവനെ ശപിച്ചിട്ടുണ്ട്. അള്ളാഹു ശപിച്ചു എന്ന് പറഞ്ഞാൽ ബഅദല്ലാഹു മിൻ റഹ്മത്തിഹി എന്ന അള്ളാഹു അവൻ്റെ റഹ്മത്തിൽ നിന്ന് അവനെ വിദൂരനാക്കിയെന്ന്. എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ അടുത്തേക്ക് അടുക്കില്ലനി. അള്ളാഹു അവൻ്റെ റഹ്മത്ത് ചെയ്യാനും പോകുന്നില്ല. അപ്പോൾ അള്ളാഹു റഹ്മത്ത് ചെയ്യുകയില്ല, അള്ളാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ എനിക്ക് നന്നാക്കാൻ കഴിയും. അള്ളാഹ് നന്നാക്കാൻ ഉദ്ദേശിക്കാത്ത ഒരാളെ ഞാൻ നന്നാക്കും എന്നൊരാൾ പറഞ്ഞ ഇത് പറയുമ്പോൾ അതിലും വലിയ കുഫർ എന്താ ഉള്ളത്?
ഇത് പച്ചയായ കുഫറല്ലേ. ഇനി വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്ത് സുമർ എടുക്കുക. സൂറത്ത് സുമറിന് 55-ാമത്തെ ആയത്തിൽ കാണാം, അള്ളാഹ് പറയാണ്, ലഅംല അന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ. ഇബ്ലീസിനോട് അള്ളാഹ് പറയാണ്, വൽ ഹഖ് അഖൂൽ, ഞാൻ ഹക്കാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ്, ഞാൻ നിന്നെയും നിന്നെ പിൻപറ്റിയവരെയും കൊണ്ട് നരകം ഞാൻ നിറക്കും. അപ്പോൾ ഇബ്ലീസ് എവിടെയാണ്? നരകത്തിലാണ്. ഇബ്ലീസിനെയും ഇബ്ലീസിൻ്റെ അനുയായികളെയും കൊണ്ട് അള്ളാഹു നരകം നിറക്കുമെന്ന് പറയുമ്പം ഈ ചെങ്ങായി പറയണില്ല, വിജയമടവരും ആണെങ്കിലും അവനെ നന്നാക്കിക്കോളും. യഥാർത്ഥത്തിൽ ഇതൊക്കെ പനിച്ച കുഫറിൻ്റെ വാചകങ്ങളാണ്. ഇതിലൊരു മുസ്ലിമിനെ തർക്കിക്കാനേ വകുപ്പില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇതിപ്പോൾ പിന്നെ നമ്മളിങ്ങനെ പാട്ടിട്ട് വിമർശിക്കുന്നത് ഇപ്പോൾ ഏത് സാധാരണക്കാരും അറിയാം. പക്ഷേ ഇവിടെ സമസ്തക്കാർ ചില കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അതിനെ നമ്മൾ വിഷയം ചർച്ച ചെയ്യണം. ഇപ്പോൾ ഈ പാട്ടിനെ വിമർശിച്ചുകൊണ്ട് സമസ്തക്കാരും എല്ലാവരും രംഗത്ത് വന്നിട്ടുണ്ട്. നല്ല കാര്യമാണ്. CM മടവൂർ പടച്ചോനെന്നുള്ള കാര്യത്തിൽ വന്നപ്പോൾ പിന്നെ രംഗത്ത് വന്നു. പക്ഷേ ഇതൊക്കെ മുജാഹിദീങ്ങളുടെ സ്വാധീനം കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. കാരണം CM മടവൂർ ഭൂമി ഒരു എൻ്റെ കയ്യിലെന്നോവർ എന്ന് പറഞ്ഞപ്പോൾ അതിനെ വിമർശിച്ചിട്ടില്ലായിരുന്നു. അത് ഈമാനും കൊണ്ട് നടക്കായിരുന്നു. പിന്നെ CM മടവൂർ മുദബ്ബിറുൽ ആലം എന്ന വിവാദം വന്നപ്പോൾ മുജാഹിദുകൾ വളരെ ശക്തമായ പ്രബോധനം നടത്തിയപ്പോൾ അതിൽ ആകൃഷ്ടരായി കുറേ സമസ്തക്കാർ മുജാഹിദുകൾ പറഞ്ഞ കാര്യമുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ മുസ്ലിയാക്കന്മാർക്ക് തിരുത്തേണ്ടി വന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇയാൾ പറഞ്ഞ ഈ വാചകം ഉണ്ടല്ലോ, അത് ഇബ്ലീസ് വേണമെങ്കിൽ മലക്കിൻ്റെ നേതാവാക്കി മാറ്റാൻ കഴിയും. യഥാർത്ഥത്തിൽ ഈ വിശ്വാസവും കാര്യങ്ങളൊക്കെ സൂഫിസത്തിലുണ്ട്, തുരീക്കത്തിലുണ്ട്. ഈ സൂഫിസത്തെ തൊക്കിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സമസ്തക്കാർ അവരും ഇതിന് മറുപടി പറയണം. നിങ്ങൾ ഉത്തരവാദികളാണ് ഈ പാട്ടിന്. അതായത് ഈ സൂഫിസത്തെ താലോലിച്ച് നടക്കുന്ന ത്വരീഖത്തിനെ താലോലിച്ച് നടക്കുന്ന കാലത്തോളം ഈ ഇത്തരം കുഫറിൻ്റെ പാട്ടുകൾക്കെതിരെ നിങ്ങൾക്ക് ശബ്ദിക്കാൻ ഒരു അർഹതയും ഇല്ല. അത് അർഹത ഉള്ള വിഭാഗം ഉണ്ടെങ്കിൽ അത് മുജാഹിദീങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ വെറുതെ പറയില്ല. എൻ്റെ കയ്യിലുള്ളത് ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന ഷെയ്ഖ് അബ്ദുൽ കരീം ജിയലി റായുടെ പുസ്തകമാണ്. ഈ പുസ്തകം സമസ്തക്കാർക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. ഈ പുസ്തകം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാട്ടിനെ വിമർശിക്കാൻ അർഹതല്ല. ഇതിനെന്തൊക്കെയുള്ള ഇതൊക്കെ പിന്നെ കുഫറിൻ്റെ ആറാട്ട് നമുക്ക് സാധാരണ പറയില്ലേ, കുഫറിൻ്റെ ആറാട്ടാണ് ഈ പുസ്തകത്തിൽ. ഇതിൻ്റെ പിന്നെ 30-ാമത്തെ പേജ് ചില ഉദാഹരണങ്ങൾ ഇങ്ങനെ ഇതിലൊരു പിന്നെ ഒരു അഡ്ഡയങ്ങുണ്ട്, ഇബ്ലീസിൻ്റെ കഥ. ഇബ്ലീസാണല്ലോ ഒരു താരം. ഇബ്ലീസിൻ്റെ കഥ ഇതിലിങ്ങനെ പറഞ്ഞിങ്ങനെ കേട്ടാൽ പിന്നെ ഈ പാട്ടൊക്കെ അവിടെ നിൽക്കുള്ളൂ. ഇതിൻ്റെ 30-ാമത്തെ പിന്നെ പേജിൽ കാണാൻ കഴിയുന്നത് വെച്ചാൽ പിന്നെ ഇബ്ലീസിനെ കുറിച്ചിങ്ങനെ നരകത്തിൽ കിടക്കുന്ന ആളുകളെ പറ്റി പറയാം. നമുക്ക് ഓരോന്നിങ്ങനെ വായിച്ചു പോവാം. നരകത്തിൽ കിടക്കുന്ന പിന്നെ വിഭാഗം ആളുകൾ, നരകത്തിൽ കിടക്കുന്ന നരകക്കാർക്ക് ഇങ്ങനെ പലതരം ആനന്ദങ്ങളുണ്ട്. നരകക്കാർ ഒരു ദർശനത്തിൽ ഞാൻ അവരിൽ ഒരു സംഘത്തെ കണ്ടു. ജയിലി പറയാണ്, ഞാൻ ഇവരിങ്ങനെ ദർശിച്ചപ്പം നരകത്തിൽ അവർ കഠിന ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. അതേസമയം തന്നെ സ്വർഗം അവരെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ നരകത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അള്ള പറഞ്ഞത് വെച്ചാൽ പിന്നെ യുരീദുന യഖ്റുജു മിൻഹാന്ന, നരകത്തിന് എങ്ങനെയെങ്കിലും കഴിച്ചിലാകണമെന്നാണ് നരകക്കാർ ആഗ്രഹിക്കുന്ന അള്ള പറയാം. ഇവർ പറഞ്ഞത് വെച്ചാൽ ആഗ്രഹിക്കൂല, സ്വർഗത്തെ അവർ വെറുക്കുന്നു. ഇങ്ങനൊരു വിഭാഗവും ഉണ്ട് നരകത്തിൽ. എന്താപ്പോൾ ഇതൊക്കെ കുഫറല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇതിങ്ങനെ വായിച്ചു പോയതൊക്കെ തനിച്ച കുഫറാണ്. ഇനി കേട്ടോടി, ശരിക്കും ശ്രദ്ധിക്കണം, ഓർക്കുക, സ്വർഗത്തിലുള്ളവരിൽ ഭൂരിപക്ഷത്തേക്കാൾ അള്ളാഹുവിങ്കൽ മഹത്വമുള്ള ചിലർ നരകത്തിലുണ്ട്. അതായത് സ്വർഗത്തിലുള്ള മഹാഭൂരിപക്ഷം ആൾക്കാരെക്കാളും ഫضലും മഹത്വമൊക്കെ ഉള്ള സ്വർഗത്തിലാരാളുള്ളത്? അമ്പിയാക്കന്മാർ, സ്വാലിഹ്യങ്ങൾ, പിന്നെ ഔലിയാക്കന്മാർ, നല്ല മനുഷ്യന്മാരാണ് സ്വർഗത്തിലുണ്ടാകുക. അവരെക്കാൾ മഹത്വമുള്ളവർ നരകത്തിലുണ്ട്. അവരെ അള്ളാഹു നരകത്തിലാക്കിയത് അവരിലൂടെ വെളിപ്പെടാൻ വേണ്ടിയാണ്. നിർഭാഗ്യത്തിൻ്റെ വീട്ടിലും അള്ളാഹുവിന് വെളിപ്പെടാൻ പുണ്യാത്മാക്കളുണ്ട്. അങ്ങനെ നരകവും
അതിൽ നിർഭാഗ്യവാന്മാരും അള്ളാഹുവിൻ്റെ വീക്ഷണത്തിലായിത്തീരുന്നു. ഇതൊരു അതിശയപ്പൊരുളാണ്, അത്ഭുത കാര്യമാണ്. വല്ലാത്ത അത്ഭുതം തന്നെ. ഇതൊക്കെ വല്ലാത്ത അത്ഭുതം. ഇനി നമുക്ക് ഇബിലീസിൻ്റെ കാര്യത്തേക്ക് വരാം. ഇബിലീസിനെ പറ്റി എന്താണ് പിന്നെ ഇവരെ വിശ്വാസം എന്ന് പറയുന്നത്? ഇബിലീസിനെ ഉണ്ടാക്കിയത് ഇതിൻ്റെ 57-ാമത്തെ പേജിൽ കാണാം. ഇബിലീസിനെ ഉണ്ടാക്കിയത് ഇബിലീസ് ജിന്നാണല്ലോ, അതിപ്പം തർക്കമില്ലല്ലോ. ഇബിലീസിന് ജിന്ന് വർഗത്തിൽപ്പെട്ട വക്കാനമിൽ ജിന്ന് സുഹൃത്ത് ഗഫിൻ്റെ 9-ാമത്തെ ആയത്തിലുള്ള പറഞ്ഞു എന്ന് കേട്ടോ. ഇബിലീസിൻ്റെ കഥ, ആ കഥ ഭയങ്കര കഥയാണ്. അതിൽ കാണാം പിന്നെ ഇബിലീസിനെയും അനുയായികളെയും അള്ളാഹു പടച്ചത് തൻ്റെ മഹത്വവും അന്ധകാരവും ദുർമാർഗവും വെളിപ്പെടുത്തുന്ന നിലക്ക് മുഹമ്മദ് നബിയുടെ അസ്തിത്വത്തിന് തന്നെ അത്രേ. അപ്പം നഊദുബില്ല, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അസ്തിത്വത്തിൽ നിന്നാണ് സാക്ഷാൽ ഇബിലീസിനെ അള്ളാഹ് ഉണ്ടാക്കിയതെന്ന് ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഈ കിതാബ് അംഗീകരിക്കുന്ന സമസ്തക്ക് എങ്ങനെയാണ് ഈ പാട്ടിനെ വിമർശിക്കാൻ പറ്റുക? ഒരിക്കലും കഴിയില്ല. ഇബിലീസിനെ നന്നാക്കാൻ മൊയ്തീൻ ശേഖനല്ല പിന്നെ സി എം മടവൂരിന് കഴിയുന്നതാണല്ലോ. ഇന്ന് സാക്ഷാൽ ഇബിലീസിനെ ഉണ്ടാക്കിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ അസ്തിത്വത്തിൽ നിന്നാണ് എന്നാണ് ഈ ആളുകൾ എഴുതി വിട്ടിട്ടുള്ളത്. ഇനി കേട്ടോളി, ഇതിൽ പിന്നെ 63-ാമത്തെ പേജിൽ കാണാം. ഇയാൾ പറഞ്ഞല്ലോ ഇബിലീസിന് പിന്നെ വേണമെങ്കിൽ നന്നാക്കാം. ഈ ഇബിലീസിന് മോക്ഷമുണ്ട് എന്നാണ് പറഞ്ഞത്. ഇബിലീസിന് മോക്ഷമുണ്ട് കേട്ടെ. പിന്നെ ഖിയാമത്ത് നാൾ വരെ ശാപമുണ്ടാകുമെന്നാണല്ലോ അള്ളാഹു ഇബിലീസിനോട് പറഞ്ഞത്. ഖിയാമത്ത് നാൾ വരെ ശപിക്കുന്നു. ഖിയാമത്ത് നാൾ കഴിഞ്ഞാൽ പിന്നെ ശാപമില്ല. കാരണം പ്രാകൃത സ്വഭാവങ്ങളുടെ ഇരുട്ടിൻ്റെ പ്രകൃതം ഖിയാമത്ത് നാളോടെ ഇല്ലാതെയാകും. എന്നാണ് ഖിയാമത്ത് നാൾ എന്നും ഈ ഗ്രന്ഥത്തിൽ 40-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളെല്ലാം തല കുനിക്കുന്ന വിധത്തിൽ താൻ വെളിപ്പെടലും നിയന്ത്രിക്കലുമാണെന്ന് അവിടെ പറഞ്ഞു. ആ വെളിപ്പെടലുണ്ടായാൽ പിന്നെ പ്രാകൃത സ്വഭാവങ്ങളുടെ ഇരുട്ടില്ല, പിന്നെ ശാപവുമില്ല. ഇബിലീസിന് ദിവ്യസന്നിധിയിൽ നിന്ന് പിന്നെ അവൻ ആട്ടുകയില്ല. കാരണം ഇബിലീസിൻ്റെ മൂലം അതാണ് താല്പര്യപ്പെടുന്നത്. ആദ്യം അവൻ നല്ലവനായിരുന്നല്ലോ, അതാണ് പാട്ടിൽ പറഞ്ഞത്. ആദ്യം നല്ലവനായിരുന്നല്ലോ. ദിവ്യ പൊരുളുകൾ സാക്ഷാത്കരിക്കുന്നതിൽ ഇബിലീസിൻ്റെ ആത്മാവിന് തടസ്സമായി നിൽക്കുന്നത് പ്രാകൃത പ്രകൃതങ്ങളുടെ ഇരുട്ടാണല്ലോ. അത് നീങ്ങുകയും അയാളുടെ സ്വഭാവങ്ങൾ സംശുദ്ധമായി പൂർണ്ണത പ്രാപിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ ശാപം നീങ്ങി മോക്ഷം ലഭിക്കുന്നു. സാക്ഷാൽ ഇബിലീസിൻ്റെ മോക്ഷമുണ്ട് എന്നാണ് ഇതിൽ പറഞ്ഞത്. അള്ളാഹിൻ്റെ കിതാബ് പറഞ്ഞതാ, ലഅംല അന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ. അള്ളാഹിൻ്റെ ഖുർആൻ പറയണ മോക്ഷമെല്ലാം കാലാകാലം നരകത്തിലാണ്. എന്നാൽ സമസ്തക്കാർ പോലും അംഗീകരിക്കുന്ന ഈ കിതാബിൽ പറയുകയാണ് ഇബിലീസിന് മോക്ഷമുണ്ട്. ഇബിലീസിന് മോക്ഷമുണ്ട്. ഇബിലീസിനെ അള്ളാഹു ശപിച്ചപ്പോൾ അവൻ ആനന്ദ തുന്തിലനായി തുള്ളിച്ചാടിയെന്നും പരമാനന്ദത്താൽ അവൻ്റെ അസ്തിത്വം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിന്നെന്നും പറയപ്പെടുന്നു. അപ്പോൾ ഇബിലീസ് ഇപ്പോൾ വലിയ മഹാനാണിപ്പോൾ സൂഫിസത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പച്ചയായ കുഫറും സൂഫിസവും ത്വരീഖത്തും ഇതൊന്ന് വിമർശിക്കാം. ഇതൊക്കെ തൊക്കിൽ വെച്ച് നടക്കുകയും ചെയ്യുക. എന്നിട്ട് ഈ കുഫറിൻ്റെ പാട്ടിനെ വിമർശിക്കുക. അതിൽ നിങ്ങൾക്ക് അർഹതയില്ല. ഈ പാടിയത് പച്ചയായ കുഫർ ഇസ്ലാം എന്ന് പുറത്തു വന്ന വാദങ്ങളാണ് ഈ പാടുന്നത് മുഴുവൻ. മനസ്സിലായില്ലേ? പിന്നെ അതേ സമയത്ത് ഇതിനെ വിമർശിക്കുവാനുള്ള അർഹത സമസ്തക്കാർക്കുണ്ടാകണമെങ്കിൽ നിങ്ങൾ മുത്തുനബിയുടെ ത്വരീഖത്തല്ലാത്ത എല്ലാ ത്വരീഖത്തിനും ആദ്യം ഒഴിവാക്കണം. കാരണം ഈ ത്വരീഖത്തിൻ്റെ പേരിലും ഈ കള്ള സൂഫിസത്തിൻ്റെ പേരിലാണ് എല്ലാ കുഫ്രിയത്തും ഇസ്ലാമിലേക്കും ഈ കടന്നു വന്നിട്ടുള്ളത്. ഇതൊക്കെ സാമ്പിൾക്ക് വെടിക്കെട്ടാ കേട്ടോ. ഇനി വേണമെങ്കിൽ ഇതൊക്കെ മുഴുവൻ വായിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് കേട്ടുക്കാൻ പോലും കഴിയില്ല. അത്രയും മാത്രം. ഞാൻ വേണമെങ്കിൽ സാമ്പിൾ ഒന്നുകൂടി കാണിച്ചു തരാം. അതായത് ഇസ്ലാം സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗം എന്ന് പറഞ്ഞാൽ വേശ്യാലയമാണ്. ഇതിന് 40-ാമത്തെ പേജ് കാണാം. നിങ്ങൾക്കറിയോ പണ്ട് പിന്നെ ഇടമറുക് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് എഴുതിയതിൽ സ്വർഗത്തിൽ പിന്നെ ഹൂറിങ്ങളുണ്ട്, സ്വർഗത്തിൽ എന്തുണ്ട്, പിന്നെ കള്ളിൻ്റെ പുഴ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെ പിന്നെ വലിയ വിവാദമായിരുന്നു. കാരണം സ്വർഗത്തിൽ വേശ്യാലയം എന്ന് പറയും. അതേ പദമാണ് ഇതിലുള്ളത് സ്വർഗത്തെപ്പറ്റി. ഫിർദൗസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പർദീസിയാണ് 5-ാമത്തെ വിഭാഗം. ആത്മജ്ഞാനികൾക്കുള്ളതാണ്. സ്വർഗത്തെപ്പറ്റി പറയണം.
പക്ഷെ അതിൻ്റെ താഴ്വാരം മാത്രമാണ് ഈ വിസ്താരം. മുകളിലേക്ക് ഉയരുന്തോറും കുടുസായിത്തീരും. എത്രത്തോളം വന്നാൽ അത്യുന്നതങ്ങളിൽ വിസ്താരം നന്നേ കുറയും. മറ്റു സ്വർഗങ്ങളും ഇതും തമ്മിൽ കടലും കടലാടിയും പോലെ വ്യത്യാസമുണ്ട്. അതിന് കാരണം ഈ സ്വർഗം സാധാരണക്കാർക്കുള്ളതല്ല. ആത്മജ്ഞാനികൾ, കുത്തുബുകൾ, സൂഫികൾ, സാഹിദുകൾ, സിദ്ദീഖുകൾ, അള്ളാഹുവിനെ പ്രാപിച്ച മറ്റു സമ്പൂർണ്ണർ എന്നിവരുടെ താവളമാണിത്. ഇവർ ഈ സ്വർഗത്തിലെത്തുന്നത് പാമരന്മാരുടെ സുഖങ്ങൾ ആസ്വദിക്കാനല്ല. വേശ്യാലയവും കള്ളുശാപ്പും ഇവർക്ക് സുഖമല്ല. നഊദുബില്ല. ഏലവും ചന്ദനവും കയറ്റുന്ന വണ്ടിയിൽ കാടും പടലവും കയറാറില്ലല്ലോ. ഇവർക്കാവശ്യം ശാരീരിക സുഖങ്ങളല്ല, അതിവർക്ക് സുഖമേ അല്ല. എന്ന് പറഞ്ഞാൽ ഈ ശാരീരിക സുഖങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള പറഞ്ഞ ഈ ഹൂർലിങ്ങളെ പറ്റിയും അതുപോലെ തന്നെ കള്ളിനെ പറ്റിയൊക്കെ പറഞ്ഞത് അതൊക്കെ വേശ്യാലയമാണ്, കള്ള് ശാപമാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ പറയും ഇതാണ് സൂഫിസം എന്ന് പറഞ്ഞു, ഇതാണ് ത്വരീഖ. ഇത് പച്ചയായ ഈ കുഫർ എന്ന് പറഞ്ഞാൽ കടുകടുത്ത കുഫറാണ് അതൊക്കെ. ഇത് പറഞ്ഞ ഒരു മൈക്രോ സെക്കൻഡിൽ ഇസ്ലാമെന്ന് പുറത്തു പോകും. അമ്മാരി പച്ചയായ കുഫർ ഇവിടെ ഇസ്ലാമിൻ്റെ പേരിൽ പ്രചരിപ്പിച്ച് ഇത്. അല്ലെങ്കിൽ പറയട്ടെ സമസ്തക്കാർ, ഈ അബ്ദുൽ കരീം ജീലിയുടെ പുസ്തകം ഞങ്ങൾ അംഗീകരിക്കില്ല, അബ്ദുൽ കരീം ജീലി ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറയട്ടെ. അപ്പോൾ ഇനി ഇയാൾ മാത്രമല്ല, അപ്പോൾ ഇനി അപ്പുറത്ത് വേറെ ആൾക്കാർ എഴുതിയിട്ടുണ്ട്, അത് നമ്മൾ കൊണ്ടുവരും. ഇത് മൊത്തം പറയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ത്വരീക്കത്തല്ലാത്ത എല്ലാ ത്വരീക്കത്തും കള്ളത്വരീക്കത്താണ്. അത് ഖാദിരിയാണെങ്കിൽ പറ്റില്ല, ചിസ്തിയാനും പറ്റില്ല, നൂരിയാനും പറ്റില്ല, നക്ഷബന്ധിയാനും എന്ത് ബന്ധിയാനും പറ്റില്ല, എന്ത് ഈ ഗോഹർഷാഹി ത്വരീക്കത്ത്. ഇപ്പോൾ പുതിയ ഒന്ന് ഈ സമസ്തക്കാർ എതിർക്കുന്നുണ്ട്. ഇതേ വാദം തന്നെയാണ് അയാളും പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇത് പരിഭാഷപ്പെടുത്തിയാൽ നിങ്ങളെ സാഹിത്യ തറവാട്ട് കാരണവരാണ്. നിങ്ങൾ രണ്ട് വിഭാഗത്തിനും AP വിഭാഗത്തിനും EK വിഭാഗത്തിനും ഒരിക്കലും തള്ളാൻ പറ്റാത്ത ആളാണ് ഈ KVM ബന്ധാവർ. അപ്പോൾ അവരൊക്കെ പരിഭാഷപ്പെടുത്തി ഈ കുഫ്ർ ജനങ്ങൾക്ക് പ്രചരിപ്പിക്കുന്ന കാലത്തോളം ഇത്തരം കുഫ്രിയത്തിനെതിരെ ശബ്ദിക്കാൻ നമുക്ക് അർഹതല്ല. അതിന് അർഹത ഉണ്ടാണെങ്കിൽ എല്ലാ ത്വരീക്കത്തും കുഫ്രിയത്തും സൂഫിസൊക്കെ ഒഴിവാക്കി റസൂലുള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് അഹ്ലുസുന്നയിലേക്ക് വരി. ഇതൊക്കെ സാധാരണക്കാർ ശരിക്കും മനസ്സിലാക്കട്ടെ എന്നാണ് വിഷയത്തെ പറയാനുള്ളത്. അതെ, തീർച്ചയായും. ഇപ്പോൾ ഇതിൽ മുസാസലായി ഒരു വരി എഴുതണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ടൊരു പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ ഖുർആനെയും ഹദീസിനെയും അങ്ങേയറ്റം ഏറ്റവും നിന്ദ്യമായ രൂപത്തിൽ അതിനോട് വിപരീതം നിന്നാൽ, അല്ലെങ്കിൽ അതിനെ ആ പ്രമാണങ്ങളെ ഒഴിവാക്കിയാലേ പറ്റുള്ളൂ എന്നുള്ളിടത്താണ് ഇപ്പോൾ ഈ ടീമുകളൊക്കെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രമാണങ്ങളെ ഇങ്ങനെ പാടെ പരിഹസിക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടി നമ്മളൊന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെ ഇപ്പോൾ ഈ പാട്ട് പാടിയ ആളുണ്ടല്ലോ, ഇയാളുടെ വരികളെടുത്ത് നോക്കിയാൽ ഇപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളൊക്കെ CM മടവൂരിന് വെച്ചു കൊടുക്കുന്ന പാട്ടുകളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഖുർആനിൽ മലക്കൂത്ത് എന്നുള്ള പ്രയോഗം 4 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. മലക്കൂത്ത് എന്ന് അറബി ഭാഷയിൽ പ്രയോഗിക്കപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അധികാരത്തിൻ്റെ ആധിപത്യത്തിൻ്റെ അങ്ങേ അറ്റാണ്. അത്രത്തോളം എല്ലാറ്റിൻ്റെയും മാലിക് അള്ളയാണ് എന്ന് ഖുർആൻ പറഞ്ഞ ഈ മലക്കൂത്ത് വരെ ആർക്ക് ഉണ്ടെന്നാണ്? ഈ CM മടവൂരിനുണ്ടെന്നാണ് പാടണത്. അപ്പോൾ അവിടെയാണ് സാധാരണക്കാർ ആലോചിക്കേണ്ടത്, ഇവർക്ക് ഖുർആനാണോ അതല്ല ഇതുപോലുള്ള കറുത്ത വരികളാണോ എന്നത് പ്രധാനം ആലോചിക്കേണ്ടത്. ഇപ്പോൾ ഹദീസിൽ കാണാം ജബ്രൂത്തും മലക്കൂത്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം സുജൂദിലൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലുള്ളതാണ്. ജബ്രൂത്തും മലക്കൂത്തും ഒക്കെ അതിൻ്റെയൊക്കെ അധികാരം അള്ളാഹ്ക്കാണ്. അതൊക്കെ ഈ മരിച്ച മനുഷ്യന്മാരിലേക്ക് വെച്ചു കൊടുക്കുന്ന അത്യന്തം അപകടകരമായ രീതിയാണ് സമൂഹം ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ ഇബിലീസിനെ പഴയതുപോലെ ആക്കും. ഇപ്പോൾ ഖുർആനിൽ ഇബിലീസിനെ പരിചയപ്പെടുത്തിയപ്പോൾ റജീം എന്ന് പറഞ്ഞു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് എന്തർത്ഥമുള്ളത്? റജീം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സൃഷ്ടിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അത് ശപിക്കപ്പെട്ടവൻ തന്നെയാണ്. ഇത് അന്ത്യനാളോടുകൂടി അവസാനിക്കുന്ന ഒന്നാണെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ലല്ലോ. അന്ത്യനാളിൽ വരുന്ന ജീവിതത്തിൽ രക്ഷപ്പെടാനാണ് ഈ പ്രാർത്ഥന. കാരണം ഖുർആൻ തന്നെ പഠിപ്പിച്ച കാര്യം എന്താ വെച്ചാൽ വസയ്യന ലഹുമു ശൈത്വാനു മാ കാനു യഅമലൂൻ എന്നാണ്. ഇപ്പോൾ ഇവരുടെ വിഷയത്തിൽ പറയാനുള്ളത് ഇതാണ്, ഇവർ പാടുന്ന ഇവർ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് ഷെയ്ത്വാന സീനത്ത് കൊടുക്കുന്നത്. പാടിക്കോ ഒരു കുഴപ്പമില്ല എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പരലോക വിജയം രക്ഷപ്പെടാൻ ഷെയ്ത്വാൻ്റെ ഷെറിൽ പെടാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാം പരലോകത്ത് ഷെയ്ത്വാന് റെഡിയാണെങ്കിൽ പിന്നെ എന്താ അർത്ഥമുള്ളത്? മാത്രവുമല്ല
അള്ളാഹിൻ്റെ കലാമാണിത് പറയണത്. അള്ളാഹുവിൻ്റെ കലാമിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സിദ്ഖു അദലുമാണ്. അഥവാ അത് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്, വിധിച്ച കാര്യങ്ങൾ നീതിപൂർണ്ണമാണ്. അപ്പോൾ ഇവരെ ഈ വർത്താന പ്രകാരം പിന്നെ അള്ളാഹിൻ്റെ കലാമാണോ ശരി, ഇവരെ വാക്കാണോ ശരി, അതുവരെ ആലോചിക്കുന്നില്ല. മാത്രവുമല്ല, ഇപ്പോൾ ഇബ്ലീസിൻ്റെ വിഷയത്തിൽ മാത്രം പോരല്ലോ, ഇബ്ലീസിൻ്റെ അനുയായികളുടെ വിഷയത്തിൽ വിധി എന്താവും? അത് പ്രധാനമല്ലേ? അതെ, കാരണം ഇബ്ലീസ് രക്ഷപ്പെടുത്താൻ മടവൂരിന് കഴിയുമെങ്കിൽ ഇനി എല്ലാ കാഫറുകളെയും മുനാഫിക്കുകളെയും മുശ്രിക്കുകളെയും ഉസാത്തുകളെയും ഒക്കെ രക്ഷപ്പെടുത്തട്ടെ. അപ്പോൾ പിന്നെ ഖുർആന് ഷിർക്കിൻ്റെ വശവും കുഫറിൻ്റെ വശവും നിഫാഖിൻ്റെ വശവും അതേപോലെ തന്നെ ഫാഹിഷത്തിനെ പറ്റി തെറ്റുകളെ പറ്റി പറഞ്ഞില്ലെങ്കിൽ ഒന്നും പറയാനില്ല. കാരണം അതിൻ്റെ നേതാവ്, അതിൻ്റെ പ്രധാന തല തന്നെ രക്ഷപ്പെടുമെങ്കിൽ ഇനി ഉടലുകൾക്ക് ശിക്ഷയില്ലല്ലോ. എന്താ ഇവരൊക്കെ അവസ്ഥ? അള്ളാഹു തആല പറയാ, പിന്നെ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. ഈ കുഫറിനും ഇസ്യാനും ഫിസ്കിനും നേതൃത്വം കൊടുക്കുന്ന ആളാണ് ശൈത്വാൻ. ആ ശൈത്വാന് വേണമെങ്കിൽ മടവൂര് നന്നാക്കും. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ വിഷയത്തിൽ മടവൂരിഞ്ഞ് എങ്ങനെ ഇടപെടുക? ചുരുക്കി പറഞ്ഞാൽ പരലോകത്ത് എന്തില്ല, ഈ പാടിയങ്ങന്മാരെ അതെ, നരകത്തിക്ക് ഇനി ആരുമില്ല എന്ന് പറയേണ്ടി വരും. ആ രൂപത്തിലാണ് ഇവരെ വർത്തമാനം. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള ഈ അന്ധവിശ്വാസങ്ങൾ, ജീർണതകൾ, വഴികേടുകൾ കേട്ട് സമയം കളയാതെ അള്ളാഹുവിൻ്റെ കലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പഠിപ്പിച്ചത് സമൂഹം മനസ്സിലാക്കട്ടെ എന്നാണ് വളരെ വിനയത്തോടെ പറയാനുള്ളത്. അൽഹംദുലില്ലാഹ്, വളരെ പ്രധാനപ്പെട്ട ഏറെ ഗൗരവമുള്ള 3 വിഷയങ്ങളാണ് നമ്മളിന്ന് ചർച്ചക്കെടുത്തത്. ഈ കാര്യങ്ങൾ, പ്രമാണങ്ങൾ അതിൽ ഊന്നി നിന്നുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ദീന് ഉറപ്പിച്ചു നിർത്താൻ തന്നെ ഏറെ പ്രധാനപ്പെട്ട സംഗതികളാണ്. എത്രമാത്രം അപകടകരമായ വാദങ്ങളാണ് ഈ പറഞ്ഞ 3 വിഷയങ്ങളിലും അതിൻ്റെ കക്ഷികൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിധം തന്നെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഇതുപോലെയുള്ള പ്രത്യേകിച്ച് നമ്മുടെ ദീനിനെ ബാധിക്കുന്ന ഷർറുകളിൽ നിന്ന് അള്ളാഹു നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മരണം വരെയും ഈയൊരു കിതാബും സുന്നത്തും എല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചിട്ടയായി ജീവിതം നയിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ഈ ഒരു എപ്പിസോഡ് ഇൻഷാ അല്ലാഹ് അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച കൂടുതൽ നല്ല വിഷയങ്ങളുമായി, പ്രമാണബദ്ധമായ ചർച്ചകളുമായി നമുക്ക് വീണ്ടും എത്താം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.